ഇപ്പോൾ നമ്മളൊപ്പം ശ്രീനഗറിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ജിഷ്ണുവിലേക്ക് വന്നാൽ ജമ്മു കശ്മീരിൽ 3 ഘട്ടമായി നടന്ന ആ ഒരു തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും അവിടെ എത്തി റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർ കൂടിയാണ് ജിഷ്ണു കൃഷ്ണൻ. ജിഷ്ണു, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണമായും ശാന്തമായ അല്ലെങ്കിൽ വെടിയൊച്ചകൾ നിലച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു നമ്മൾ ഇത്തവണ കണ്ടത്. അത് നേരിട്ട് റിപ്പോർട്ട് ചെയ്ത ഒരാൾ കൂടിയാണ് ജിഷ്ണു. എത്രത്തോളം സമാധാനപരമായിരുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്? അതോടൊപ്പം തന്നെ ആളുകളൊക്കെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത്തവണ ഈ വലിയ പ്രതിഷേധങ്ങളൊന്നുമില്ല, ബോയ്ക്കോട്ട് തെരഞ്ഞെടുപ്പ് ബോയ്ക്കോട്ട് ചെയ്യണം എന്നുള്ള ആഹ്വാനങ്ങളൊന്നുമില്ല നടന്നൊരു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ജനങ്ങളൊക്കെ കൂടുതലായും ബൂത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. എത്രത്തോളം ജനങ്ങളുടെ ഒരു പങ്കാളിത്തം ജിഷ്ണുവിന് കാണാൻ സാധിച്ചു? തീർച്ചയായും ജമ്മുകാശ്മീരിലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് തന്നെ ഒരു 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം ജനങ്ങൾ നിർഭയമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണെങ്കിലും വോട്ടെടുപ്പ് നടപടികളിലാണെങ്കിലും പങ്കെടുത്തു എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട മുൻപ് വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതോടൊപ്പം തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്ന നടപടികൾ ഉണ്ടായിരുന്നു. അതിനുമപ്പുറത്തേക്ക് ജനങ്ങൾ ഭയം കൊണ്ട് പോളിംഗ് ബൂത്തിലേക്ക് എത്താത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് ജനങ്ങൾ നിർഭയമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് കടന്നുപോയത്. ഇന്ന് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ശ്രീനഗറിലെ ഷേരി കശ്മീർ ഇന്റർനാഷണൽ സെന്ററിലാണ്. ഇവിടെയാണ് ഈ ശ്രീനഗർ മേഖലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ നടക്കുന്നത്. നമുക്ക് കാണാം, വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് അതിന് നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാണ്. ഉദ്യോഗസ്ഥരെല്ലാം തന്നെയും ഈ കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ ആയിരിക്കും ശ്രീനഗർ മേഖലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലെയും കൗണ്ടിംഗ് നടക്കുക. വലിയ ആകാംക്ഷയോടുകൂടി തന്നെയാണ് ജമ്മു കാശ്മീരും ഒപ്പം ഭാരതവും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ ഫലത്തിനായി ഉറ്റുനോക്കുന്നത്. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി പ്രത്യേകതകളാണ്. ഒന്ന്, ഒരു പതിറ്റാണ്ടിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. മറ്റൊന്ന്, ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഒരു വലിയ പതിറ്റാണ്ടിന് ശേഷം 65% മുകളിലേക്ക് വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ്. അങ്ങനെ നിരവധി പ്രത്യേകതകളുള്ള ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത്. അതിനി വെറും മിനിറ്റുകൾ മാത്രമാണുള്ളത്. 8 മണിയോടുകൂടി, അതായത് ഏകദേശം ഒരു മണിക്കൂറിനകം 8 മണിയോടുകൂടി തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം ബാലറ്റ് പേപ്പറും പിന്നീട് വോട്ടിംഗ് മെഷീനുമായിരിക്കും എണ്ണിത്തുടങ്ങുക. അതുകൊണ്ടൊരു 8:15 തന്നെ ബാലറ്റ് പേപ്പറിലെയും പിന്നീട് ഒരു മണിക്കൂറിനകം ആദ്യ ഫലസൂചനകളും നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ് വ്യക്തമാക്കേണ്ടത്. അത്തരം ഫലസൂചനകൾ കൗണ്ടിംഗ് സ്റ്റേഷന് മുൻപിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായി നേരിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. ശ്രീനഗറിലെ ഷേരി കശ്മീർ ഇന്റർനാഷണൽ സെന്ററിന് മുൻപിലാണ്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീനഗർ മേഖലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ നടക്കുന്നത് ഈ കേന്ദ്രത്തിലാണ്. ഇനി രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ വലിയ ശക്തമായ പ്രചാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നും, മുൻപ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിരുന്ന സംഘടനകളുടെ ഭാഗത്തുനിന്ന് പോലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും ഇത്തരം തെരഞ്ഞെടുപ്പ് നടപടികളിലും പങ്കാളിയായിക്കൊണ്ട്, ഒപ്പം പ്രചാരണത്തിലും വോട്ടെടുപ്പിലും ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ പ്രചാരണം രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് നടന്നിരുന്നു. ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും സഖ്യമായും, ഒപ്പം PDP ഒറ്റയ്ക്കും, BJP അങ്ങനെ അത്തരത്തിൽ, കൂടാതെ ജമാഅത്തെ ഇസ്ലാമിയും അവാമി തിഹാദ് പാർട്ടിയുടെയും സഖ്യത്തിലെ സ്വതന്ത്രർ, PDFന് ബുഡ്ഗാം മേഖലയിൽ PDFന്റെ ഏകദേശം 7ഓളം ശക്തരായിട്ടുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ, അത്തരത്തിൽ ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾ കശ്മീരിൽ നടന്നിരുന്നു. ആർട്ടിക്കിൾ 370 തിരിച്ചു കൊണ്ടുവരുമെന്ന പ്രചാരണം നാഷണൽ കോൺഫറൻസും PDPയും നടത്തുമ്പോൾ ഇനി ഒരിക്കലും ആർട്ടിക്കിൾ 370 തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല എന്നും, ജമ്മു കാശ്മീരിൽ സമാധാന അന്തരീക്ഷത്തിലൂടെ ഭാരതത്തിൻ്റെ മറ്റേതൊരു ഭൂപ്രദേശം പോലെയും ജമ്മു കാശ്മീരും മാറുകയാണ്, അതിന് കാരണമായിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ നടപടികളാണ് എന്ന പ്രചാരണം BJPയും നടത്തിക്കൊണ്ട് ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾ നടന്നു. 68% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തി. ഏറ്റവും അവസാന ഘട്ടത്തിൽ ഒക്ടോബർ 1 നടന്ന 3ാം ഘട്ടത്തിൽ 69% മുകളിലാണ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ശക്തമായ പോളിംഗ് രേഖപ്പെടുത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമാകും എന്നുള്ളതാണ് ഇനി ഉറ്റുനോക്കേണ്ടത്. അത് അറിയുന്നതിന് വെറും മിനിറ്റുകൾ, മണിക്കൂറുകൾ എന്ന് പറയാൻ സാധിക്കില്ല, മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കശ്മീരിലും ജമ്മുവിലും നമ്മൾ പരിശോധിക്കുമ്പോൾ തീർത്തും ഭൂപ്രദേശത്തിൻ്റെ പോലെ തന്നെ രാഷ്ട്രീയ സാഹചര്യവും തീർത്തും വ്യത്യസ്തമാണ്. ജമ്മുവും കശ്മീർ മേഖല പരിശോധിക്കുമ്പോൾ ജമ്മു സെക്ടറിൽ BJPയും ഒപ്പം കോൺഗ്രസും ഉൾപ്പെടെയുള്ള ദേശീയ
പ്രാദേശിക പാർട്ടികൾക്ക് കൂടുതൽ വേരോട്ടവും ശക്തമായ സാന്നിധ്യവും ഉണ്ടെങ്കിൽ കശ്മീർ താഴ്വരയിൽ ജമ്മു കശ്മീർ നാഷണൽ കോൺഫറൻസും PDPയും ഒപ്പം PDF-ഉം ഉൾപ്പെടെയുള്ള പ്രാദേശിക പാർട്ടികൾക്ക് ജമ്മു കശ്മീരിലെ ശക്തമായ പ്രാദേശിക പാർട്ടികൾക്കാണ് സാന്നിധ്യമാകാൻ സാധിക്കുക. അതുകൊണ്ട് ആർക്കും 46 എന്ന 90 അംഗ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 46 എന്ന ഭൂരിപക്ഷത്തിലേക്ക്, കേവല ഭൂരിപക്ഷത്തിലേക്ക് ഒരു പാർട്ടിക്കും എത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകരും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളും എല്ലാം തന്നെ അത്തരത്തിലാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ആർക്കും ഒരു വ്യക്തമായ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ സാധിക്കില്ല. അതായത് ഒരു തൂക്കുമന്ത്രിസഭയ്ക്കായിരിക്കും ജമ്മു കാശ്മീരിൽ സാധ്യത. അതിന് ആര് നേതൃത്വം നൽകും എന്നുള്ളതാണ്. അതായത് ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ഉൾപ്പെടുന്ന ഒരു സഖ്യം ഏകദേശം 40 സീറ്റിന് മുകളിലേക്ക് നേടും എന്നുള്ളത് എക്സിറ്റ് പോളുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ 40ലേക്ക് എത്തിയാൽ പോലും 46 തികയ്ക്കാൻ ആ സഖ്യത്തിന് സാധിക്കുമോ, അല്ലെങ്കിൽ ജമ്മുവിൽ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ട് താഴ്വരയിലെ മറ്റ് സംഘടനകളെ കൂടെ നിർത്തിക്കൊണ്ട്, കാരണം സഖ്യ രൂപീകരണത്തിന് സഖ്യ സർക്കാർ ആയിരിക്കും ജമ്മു കാശ്മീരിൽ ഉണ്ടാവുക എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള സഖ്യ നീക്ക ചർച്ചകൾ എല്ലാ പാർട്ടികളും ഇതിനോടകം തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജമ്മുവിൽ വലിയൊരു ശക്തിയായി മാറിക്കൊണ്ട് വലിയ മുന്നേറ്റം BJP നടത്തുകയാണെങ്കിൽ താഴ്വരയിൽ PDP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്താനും അല്ലെങ്കിൽ സ്വതന്ത്രരെ കൂടെ നിർത്തിക്കൊണ്ടും 46 തികച്ചുകൊണ്ട് അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷത്തിനപ്പുറത്തേക്ക് അംഗങ്ങളെ കണ്ടെത്തിക്കൊണ്ട് സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകും. അത്തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ സജീവമാണ് BJPയുടെ ഭാഗത്തുനിന്നും ഒപ്പം ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസിന്റെ ഭാഗത്തുനിന്നും. ഈ രണ്ട് കക്ഷികളുടെ നേതൃത്വത്തിലുള്ള സർക്കാരുകളായിരിക്കും വരിക എന്നുള്ളതുമാണ് ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്നും ഇത്തവണ ജമ്മു കാശ്മീരിന്റെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. കാരണം കഴിഞ്ഞ തവണ 10 വർഷങ്ങൾക്ക് മുൻപ് നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ അവിടെ 28 സീറ്റുകൾ നേടിക്കൊണ്ട് അന്ന് 87 നിയമസഭാ സീറ്റുകളായിരുന്നു ജമ്മു കാശ്മീരിൽ ഉണ്ടായിരുന്നത്. അതിൽ 28 സീറ്റുകൾ നേടിക്കൊണ്ട് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നത് മുഫ്തിയുടെ PDP ആയിരുന്നു. പിന്നീട് 25 സീറ്റുകൾ നേടിക്കൊണ്ട് BJP രണ്ടാമത്തെ ഒറ്റകക്ഷിയായി. അങ്ങനെ BJPയും PDPയും ചേർന്നുകൊണ്ട് ഒരു സഖ്യ സർക്കാർ രൂപീകരിക്കുന്നത് 10 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ 10 വർഷങ്ങൾക്ക് ശേഷം 2024ലേക്ക് എത്തുമ്പോൾ PDPക്ക് അത്തരത്തിലൊരു രാഷ്ട്രീയ സാന്നിധ്യം നിലവിൽ കശ്മീർ താഴ്വരയിൽ ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മെഹബൂബ മുഫ്തി ഇത്തവണ മത്സരിക്കുന്നില്ല, മകൾ ഇൽത്തിജ മുഫ്തി മത്സരിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു 10 സീറ്റിനപ്പുറത്തേക്ക് PDPക്ക് നേടാനുള്ള രാഷ്ട്രീയ ശക്തി അല്ലെങ്കിൽ രാഷ്ട്രീയ സാന്നിധ്യം നിലവിൽ കശ്മീർ താഴ്വരയിൽ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത്തരത്തിലാണെങ്കിൽ വലിയ മുന്നേറ്റം കശ്മീർ താഴ്വരയിൽ ഉണ്ടാക്കുക. കശ്മീരിലെ 43 മണ്ഡലങ്ങളിൽ, കശ്മീർ മേഖലയിലെ 43 മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനും ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടാനും സാധ്യതയുള്ളത് ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള ജമ്മു കശ്മീർ നാഷണൽ കോൺഫറൻസ് തന്നെയാണ്. ശക്തമായ പ്രചാരണം ജമ്മു കശ്മീർ നാഷണൽ കോൺഫറൻസ് നടത്തിയിരുന്നു. ഒപ്പം തീവ്ര നിലപാടുള്ള വോട്ട് ബാങ്ക് നിലനിർത്തുന്നതിനായുള്ള പ്രചാരണം, അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഒരു പരിധി കടന്നുകൊണ്ട് പാർലമെന്റ് ആക്രമണത്തിലെ കുറ്റവാളിയെ പോലും പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഒമർ അബ്ദുള്ളയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത്തരത്തിലൊരു വലിയ മുന്നേറ്റം കശ്മീർ താഴ്വരയിൽ നടത്താൻ നാഷണൽ കോൺഫറൻസിന് സാധിക്കും. അതേസമയം ജമ്മുവിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ BJPക്കും സാധിക്കും എന്നുള്ളതാണ് കരുതുന്നത്. അതുകൊണ്ട് എന്തായിരിക്കും ജമ്മു കാശ്മീരിന്റെ രാഷ്ട്രീയ ചിത്രം എന്നറിയുന്നതിന് ഇനി അല്പസമയം മാത്രമാണ് ബാക്കിയുള്ളത്. വോട്ടെണ്ണലിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാണ്. ഞാനിപ്പോൾ ഉള്ളത് ശ്രീനഗറിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലാണ്. ശ്രീനഗർ മേഖലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ ഇവിടെയാണ് നടക്കുക. നിഖിൽ. ശരി ജിഷ്ണു, തുടരുക. എന്തായാലും ഈ വോട്ടെണ്ണലിൻ്റെ സമഗ്ര വിവരങ്ങളുമായി ജനം ടിവിയും പ്രേക്ഷകർക്കൊപ്പമുണ്ട്. അതായത് ജമ്മുവിൽ നിന്നും, ശ്രീനഗറിൽ നിന്നും, ഹരിയാനയിൽ നിന്നും തത്സമയ വിവരങ്ങൾ പങ്കുവെക്കാൻ നിങ്ങളുടെ പ്രതിനിധികളുണ്ട്. ജമ്മുവിൽ നിന്നും ശ്രീനഗറിൽ നിന്നും തത്സമയ വിവരങ്ങൾ പങ്കുവെക്കാൻ പ്രതിനിധികളുള്ള ദക്ഷിണേന്ത്യയിലെ തന്നെ ഏക മാധ്യമം ജനം TV ആണ് എന്ന് പറയുന്നു. ഇതിൻ്റെ സമഗ്ര വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട്. അതായത് നമ്മുടെ സ്ക്രീനിൽ അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ വിവരങ്ങൾ, തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങളൊക്കെ വരുന്ന ആദ്യ സെക്കൻഡുകൾ തന്നെ ജനം TV പ്രേക്ഷകരിലേക്ക് എത്തിക്കും. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ സ്ക്രീനിൻ്റെ ഇടതുവശത്ത് ജമ്മു കാശ്മീരിലെയും വലതുവശത്ത് ഹരിയാനയിലെയും ഫലങ്ങൾ കാണുന്നുണ്ട്. അത് വരുന്ന ആദ്യ സെക്കൻഡുകളിൽ തന്നെ ആദ്യം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. അതിനുവേണ്ടി ജനം ടിവിയുടെ പ്രതിനിധികൾ ജമ്മുവിലും ശ്രീനഗറിലും ഒപ്പം തന്നെ ഹരിയാനയിലുമുണ്ട്. ജിഷ്ണു കൃഷ്ണൻ തുടരുന്നുണ്ട്. ജിഷ്ണു, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് നേരത്തെ ഗൗതം സൂചിപ്പിച്ചൊരു കാര്യമാണ്. അതായത് BJP ഏറ്റവും അധികം പ്രതീക്ഷ വെക്കുന്നത് ജമ്മുവിലാണ്. ജമ്മുവിൽ BJPക്ക് വളരെ വലിയ വേരോട്ടമുണ്ട്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അടക്കം BJPക്ക് വലിയ ഒരു മുന്നേറ്റം നടത്താൻ സാധിക്കുന്നത് ജമ്മുവിലാണ്. ഒപ്പം തന്നെ ശ്രീനഗറിലെ BJPയുടെ ആ ഒരു പ്രകടനം, അതായത് വളരെ മികച്ചൊരു പ്രകടനം കാഴ്ചവെച്ചാൽ ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള നിലവിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം നൽകുന്നില്ല.
അതുകൊണ്ട് തന്നെ ഒരു ശ്രീനഗറിൽ BJP മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ അത് ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് BJP എത്തിക്കില്ലേ? രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ജമ്മു മേഖലയിലാണ് ഏറ്റവും കൂടുതൽ BJPക്ക് സ്വാധീനമുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10 വർഷങ്ങൾക്ക് മുൻപ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJP ശക്തി തെളിയിച്ചിട്ടുള്ളത് ജമ്മു മേഖലയിലാണ്. ഇത്തവണ 43 സീറ്റുകളാണ് ജമ്മു മേഖലയിലുള്ളത്. 47 സീറ്റുകൾ കശ്മീർ മേഖലയിലുമുണ്ട്. ഈ 43 സീറ്റുകളിൽ ജമ്മു മേഖലയിൽ 43 സീറ്റുകളിൽ പരമാവധി സീറ്റുകൾ പിടിച്ചെടുക്കാനുള്ള പ്രചാരണ പ്രവർത്തനമാണ് BJP നടത്തിയിട്ടുള്ളത്. അപ്പം കശ്മീർ മേഖലയിലെ നിങ്ങൾ ചൂണ്ടിക്കാട്ടിയതുപോലെ കശ്മീർ മേഖലയിൽ BJPക്ക് എത്രത്തോളം മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. 47 മണ്ഡലങ്ങളിൽ കശ്മീർ മേഖലയിലെ 47 മണ്ഡലങ്ങളിൽ ഇത്തവണ 19 മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു. അതിൽ തന്നെ താഴ്വരയിൽ BJPക്ക് ആദ്യത്തെ ജനപ്രതിനിധിയെ സമ്മാനിച്ചത് 2020 നടന്നിട്ടുള്ള ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കൗൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഐജാസ് ഹുസൈൻ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും അന്ന് വിജയിക്കുകയും ചെയ്തിരുന്നു. ആ ഐജാസ് ഹുസൈൻ ആണ് ഇത്തവണ ലാൽ ചൗക്ക് മണ്ഡലത്തിൽ നിന്ന് ശ്രീനഗറിലെ ലാൽ ചൗക്ക് മണ്ഡലത്തിൽ നിന്ന് BJPക്ക് വേണ്ടി മത്സരിക്കുന്നത്. അത്തരത്തിൽ 19 മണ്ഡലങ്ങളിലാണ് കശ്മീർ മേഖലയിലെ 47-ൽ 19 മണ്ഡലങ്ങളിലാണ് BJP മത്സരിക്കുന്നത്. ആ മണ്ഡലങ്ങളിൽ വിജയം കണ്ടെത്താനാകുമോ എന്ന വലിയ പരിശ്രമം BJPയുടെ ഭാഗത്തുനിന്ന് നടത്തിയിട്ടുണ്ട്. സാധാരണ കശ്മീർ മേഖലയിൽ BJPക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ സാധിക്കാറില്ല. അത്തരത്തിലൊരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത്. ശക്തമായ പ്രാദേശിക പാർട്ടികൾ ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസും PDPയും ഒപ്പം മറ്റു പാർട്ടികളും ഉൾപ്പെടെ ജമ്മു കാശ്മീരിലെ പ്രാദേശിക പാർട്ടികൾക്ക് ശക്തമായ സ്വാധീനം കശ്മീർ മേഖലയിലുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ തവണകളിലൊന്നും നേടാൻ സാധിക്കാത്തൊരു വിജയം കശ്മീർ മേഖലയിൽ കണ്ടെത്താൻ സാധിക്കുമോ എന്ന ശക്തമായ പരിശ്രമം ഇത്തവണ BJP നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ജമ്മുവിനപ്പുറത്തേക്ക് കശ്മീരിലും BJPക്ക് വിജയം കണ്ടെത്താൻ സാധിച്ചാൽ അത് വലിയ നേട്ടം തന്നെയായിരിക്കും. സർക്കാർ രൂപീകരണത്തിലേക്ക് അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിലേക്ക് BJPയെ കൊണ്ടുചെന്നെത്തിക്കാനും അത് സഹായിക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം ശക്തമായ പ്രചാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നും കശ്മീർ താഴ്വരയിൽ നടന്നിരുന്നത് നാഷണൽ കോൺഫറൻസും PDPയും ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ ഭാഗത്തുനിന്ന്. ഒപ്പം നാഷണൽ കോൺഫറൻസിന് ഏറ്റവും തലവേദന സൃഷ്ടിച്ചത് ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ ആദ്യഘട്ട പ്രചാരണത്തിൽ ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് അത്യധികം ആത്മവിശ്വാസത്തിലായിരുന്നു എന്ന് വേണം പറയാൻ. ജമ്മു കശ്മീർ മേഖലയിലെ പരമാവധി സീറ്റുകൾ നേടിയെടുക്കാൻ സാധിക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസം ഒമർ അബ്ദുള്ളയ്ക്കും നാഷണൽ കോൺഫറൻസിനും ഉണ്ടായിരുന്നെങ്കിൽ ആദ്യഘട്ട ഈ ഒരു പ്രചാരണത്തിലേക്ക് മുറുകിയതോടുകൂടി ജമാഅത്തെ ഇസ്ലാമിയും അവാമി ഇത്തിഹാദ് പാർട്ടിയും ചേർന്നുകൊണ്ട് ശക്തരായ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പല മണ്ഡലങ്ങളിലും നിർത്തുകയും തീവ്രമായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ഈ മണ്ഡലങ്ങളിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത് ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസിന്റെ വോട്ട് ബാങ്കിൽ വിള്ളൽ വരുത്താനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന വിലയിരുത്തൽ രാഷ്ട്രീയ നിരീക്ഷകരും നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പല മണ്ഡലങ്ങളിലും നാഷണൽ കോൺഫറൻസിന് കാലിടറും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒമർ അബ്ദുള്ളയ്ക്ക് എഞ്ചിനീയർ റാഷിദിനോട് പരാജയം ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യം ബാരാമുള്ളയിൽ നമ്മൾ കണ്ടു. അത്രയധികം ശക്തമായ വോട്ട് ബാങ്ക് നിലനിർത്താൻ ഈ അവാമി ഇത്തിഹാദ് പാർട്ടിക്കും ഒപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് സാധിക്കും. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഏറ്റവും നിർണായകമാവുക ചെറിയ സീറ്റുകൾ നേടിയെടുത്തിട്ടുള്ള പ്രാദേശിക പാർട്ടികൾ ഹക്കീം യാസീൻ്റെ ഉൾപ്പെടെയുള്ള പ്രാദേശിക പാർട്ടികളും ഒപ്പം വിജയിച്ചു വരുന്ന സ്വതന്ത്രരുടെയും തീരുമാനം അവർ ആർക്കൊപ്പം നിൽക്കും, ഏത് സഖ്യത്തിനൊപ്പം നിൽക്കും എന്നുള്ളത് ഏറെ നിർണായകമാകും. അവരെ കേന്ദ്രീകരിച്ചുള്ള ഒരു രാഷ്ട്രീയ ചർച്ചകളിലേക്ക് ജമ്മു കാശ്മീർ പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ പറയാൻ സാധിക്കുന്നത്. കാരണം ബാക്കിയെല്ലാം ജനവിധിയാണ്. ജനങ്ങൾ എത്തരത്തിലാണ് വിധി എഴുതിയത് എന്നുള്ളത് അറിയാൻ ഇനി വളരെ കുറച്ച് സമയം മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ നമ്മൾ പറയുന്നതെല്ലാം തന്നെ വിലയിരുത്തലുകളും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളാണ്. ഏതായാലും ഇനി കൃത്യം 1 മണിക്കൂർ മാത്രമാണ് ബാലറ്റ് പൊട്ടിക്കുന്നതിന് വേണ്ടിയുള്ളത്. 8 മണിയോടുകൂടി വോട്ടെണ്ണൽ ആരംഭിക്കും. അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. നേരത്തെ ഞാൻ കാണിച്ചു. വോട്ടെണ്ണലിനുള്ള ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ കശ്മീർ ഇന്റർനാഷണൽ സെന്ററിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ശ്രീനഗർ മേഖലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ നടക്കുന്നത്. വോട്ടെണ്ണലിനുള്ള അതിനായി നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടേക്ക് എത്തുകയാണ്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ വോട്ടെണ്ണൽ കേന്ദ്രത്തിലും ഒപ്പം കശ്മീർ മേഖലയിലെ അല്ലെങ്കിൽ ജമ്മു കാശ്മീരിൽ ഉടനീളം ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ഫല പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് വോട്ടെണ്ണലിന് ഇനി കേവലം 1 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്.